ഹര ഹര മഹാദേവ് തീർത്ഥയാത്രയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോലാപ്പൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ വനഭംഗിയും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞ ഹാത്കൺഗൽ എന്ന സ്ഥലത്തെ ശ്രീ ക്ഷേത്ര രാമലിംഗം എന്ന അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്ര കവാടത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ശേഷം ഇടതുവശത്തായി സപ്തർഷികളുടെ സ്ഥാനങ്ങളും കാണാം. അതിനോട് ചേർന്ന് ഒരു തീർത്ഥക്കുളവുമുണ്ട്. ശിവലിംഗം കൂടാതെ ഈ തീർത്ഥസ്ഥലത്തെ സപ്തർഷികളെ പ്രതിഷ്ഠയും കാണാം. സപ്തർഷികളായ മഹർഷി ഗൗതം, ഋഷി വസിഷ്ഠ, മഹർഷി ആത്രി, ഋഷി കശ്യപ്, ഋഷി ഭരദ്വാജ്, ഋഷി വിശ്വാമിത്ര, ഋഷി ജമദഗ്നി, ഇവരുടെ എല്ലാം പാദസ്പർശം നിറഞ്ഞൊരു തീർത്ഥസ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുപ്രധാനമായ ശിവലിംഗം കാണുന്നതിന് മുന്നേ അതിനു മുന്നിലായി 2 നന്ദിയുടെ രൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ കാലപ്പഴക്കം ചെന്ന ഒരു അമ്പലമാണിത്. അതുകൂടാതെ വിട്ടൽ രുക്മിണിയുടെ പ്രതിഷ്ഠയും കൂടാതെ വീരഭദ്രൻ, പാർവതി, ഗണപതി ഇവരുടെ എല്ലാം പ്രതിഷ്ഠയും ഇതിനോട് ചേർക്കുന്നു. ശംഭോ മഹാദേവ. ഇനി നമുക്ക് ശിവലിംഗത്തെ ദർശിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഈ അമ്പലം വളരെ സുപ്രധാനമായ 108 ലിംഗങ്ങളിൽ ഒന്നാണ്. പ്രഭു ശ്രീരാമന്റെ വനവാസകാലത്ത് അവിടെ എത്തുകയും പ്രാർത്ഥനാ കാര്യങ്ങൾക്കായി ഗംഗ, ജമുന, സരസ്വതി എന്നീ നദികളെ സങ്കല്പിച്ച് അമ്പെയ്ത് അവിടെ ജലസ്രോതസ് സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. ചുറ്റും ഉയർന്ന പാറകളും അതിൻ്റെ മുകളിൽ നിന്നും വരുന്ന ജലസ്രോതസ് 365 ദിവസവും ഒരിക്കൽ പോലും പറ്റാത്ത ജലസ്രോതസ്സായി പരിണമിച്ചിരിക്കുകയാണ്. തപസ് ചെയ്യാൻ പ്രഭു ശ്രീരാമൻ സൃഷ്ടിച്ച ഈ ശിവലിംഗം രാമലിംഗം എന്നറിയപ്പെടുന്നു. ശിവലിംഗത്തിൽ പതിക്കുന്ന ജലത്തിൻ്റെ ശക്തി കാരണം ശിവലിംഗം കീഴോട്ട് പോവുകയും അക്കാരണത്താൽ ജലം വീഴുന്ന ആ സ്ഥലം കുറച്ച് വഴിമാറ്റി ഒരു വശത്തേക്കാക്കി. എന്നിരുന്നാലും ഈ ഗുഹയിൽ 4 വശത്തു നിന്നും ജലം കിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ആയിരത്തി 1906 ഈ സ്ഥലത്തെപ്പറ്റി ഒരു സ്വാമിജി മുഖേന അറിയുകയും പിന്നെ ജനങ്ങൾ ആ സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു.
ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ഫലകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മറാഠിയിലാണ് എഴുതിയിരിക്കുന്നത്. ശ്രീക്ഷേത്രത്തിന് പുറത്ത് മുകളിലോട്ട് കയറാനുള്ള കൽപ്പടവുകളും ചെറിയ മറ്റ് ഉപദേവതമാരും കാണാം. അതുപോലെ ഇത് വനമേഖല ആയതുകൊണ്ട് നിറയെ കുരങ്ങന്മാർ ഈ സ്ഥലത്തുണ്ട്. പ്രഭു ശ്രീരാമൻ്റെ ദാസനായ ഹനുമാൻജിയെ സ്മരിപ്പിക്കുന്ന ഒരു ദൃശ്യമാണിത്. ജയ ശ്രീരാം. വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ശ്രീരാമലിംഗം. ഈ കാണുന്ന പാറയുടെ മുകളിൽ നിന്നുമാണ് വെള്ളം തിരിഞ്ഞ് കീഴോട്ട് ഒരു കുളം പോലെ വീണ്ടും ഇതിൽ നിന്ന് കീഴോട്ട് ഗുഹയിലേക്കുള്ള ചെറിയ വഴികളിലൂടെയാണ് വെള്ളം ശിവലിംഗത്തിലേക്ക് എത്തുന്നത്. ജയ് ഹനുമാൻ, ജയ് ശ്രീരാം. ഇനി നമുക്ക് അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ഗോശാലയ്ക്കിലേക്ക് നമുക്ക് കിടക്കാം. ഏകദേശം 15-20 ഗോക്കളെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ പശുക്കുട്ടികളെല്ലാം ഉണ്ട്, കിടാങ്ങൾ. വളരെ കൗതുകരമായ കാഴ്ചയാണിത്. ജയ് ഗോമാത. കോലാപ്പൂർ പോകുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരിക്കലും മറക്കാതെ ഈ സ്ഥലം കാണുക. എല്ലാവർക്കും പ്രഭു ശ്രീരാമൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ജയ് ശ്രീരാം.